തമിഴ്നാട്ടിലെ മന്നാർഗുഡിക്കടുത്തുള്ള തിരുവാണ്ടുതുറയിൽ ആദിവാസി യുവാവിനെ മലം തീറ്റിച്ചത്. മധ്യപ്രദേശിലെ ഗോളിയാറിൽ സവർണ സംഘം ദലിത് വിവരാവകാശ പ്രവർത്തകനെ മൂത്രം കുടിപ്പിച്ചത്. ദലിതരായ കുട്ടികളെ സ്കൂളിലെ കക്കൂസ് കഴുകാൻ തെരഞ്ഞെടുത്തത്. സവർണന്റെ വീട്ടിൽ നിന്ന് ദലിത് പെൺകുട്ടി പൂ പറിച്ചുവെന്ന പേരിൽ ഡസൻ കണക്കിന് കുടുംബങ്ങൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ 10ാം ക്ലാസ്സുകാരനായ ദലിത് വിദ്യാർത്ഥിയെ കൊണ്ട് സവർണരുടെ കാലു നക്കിച്ചത്. ഓരോ ദിവസവും ഭയാനകമായ വിവേചനത്തിന്റെ ക്രൂരമായ അനീതികളുടെ കഥകൾ നമുക്ക് മുന്നിലെത്തുന്നു. ആ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നു വേടന്റെ പാട്ടുകൾ. എത്ര ഇരുട്ടുണ്ടാക്കി മൂടാൻ ശ്രമിച്ചാലും വേടന്റെ പാട്ടുകളിലെ തീക്ഷ്ണ യാഥാർത്ഥ്യം ഈ നാട്ടിൽ ജ്വലിച്ചു തന്നെ നിൽക്കും. കാരണം അതൊരു ജനതയുടെ ജീവിത കഥയാണ്. സമൂഹത്തിന്റെ പുറമ്പോക്കുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട മനുഷ്യർ, തുല്യത എന്ന ആശയത്തിന്റെ സഫലകാലം അനുഭവിക്കാൻ കഴിയാത്ത മനുഷ്യർ പാടുന്ന പാട്ടുകളാണത്. നമ്മളെല്ലാവരും ഹിന്ദുക്കൾ, നമുക്കൊരേ ഒരു ശത്രു, അത് വൈദേശികർ, മുഗളർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്ന കള്ളത്തരത്തിന്റെ പള്ളയ്ക്ക് കുത്തുന്ന പാട്ടുകൾക്ക് മറുപടി പറയാൻ സംഘപരിവാരത്തിന് കഴിയില്ല. ജാതീയത എന്ന ആശയത്തിന്റെ മേലെ കെട്ടിപ്പൊക്കിയ ഒരു സംവിധാനത്തിന് എങ്ങനെ ജാതിയെ തള്ളാനൊക്കും? വേടനും വേടനെ പോലെയുള്ളവരും ഇനിയും പാടട്ടെ മാനവികതയുടെ പാട്ടുകൾ.